അങ്ങനെ ഭരത്തിനെയും അരുന്ധതിയെയും കൊണ്ട് ഭാവന അവരുടെ വീട്ടിലേക്ക് പോവാണ്. അമ്മേ എന്ന് വിളിക്കുമ്പോൾ ഗായത്രി ഇറങ്ങി വരികയാണ് ട്ടോ. ഗായത്രിക്ക് ഇവരെ കാണുമ്പോഴും ഒരു മാറ്റവുമില്ല. ഭരത്താണെങ്കിൽ ഗായത്രിയെ കണ്ടതും കരയാണ്. എന്നിട്ട് ഓടിച്ചെന്ന് അവരുടെ കാലിൽ വീഴാണ് ട്ടോ. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ, എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി, എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞ് കരയാണ് ട്ടോ. ഗായത്രി ആവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അവസാനം ഭരത്തിന്റെ തലയിൽ കൈവെക്കാൻ ട്ടോ. അതേസമയം സേതുവും മായയും ഭാവനും എല്ലാവരും ഇത് കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ഭാവന ഗായത്രിയുടെ മുഖത്ത് നോക്കി ക്ഷമിക്കമ്മേ എന്നുള്ള രീതിയിൽ തലയോട് ആംഗ്യം കാണിക്കുന്നുണ്ട് ട്ടോ. ഭരത്തിന്റെ ക്ഷമിക്കണം അമ്മ എന്നുള്ള നിരന്തരം ഉള്ള വാക്കുകളിൽ ഗായത്രിയുടെ മനസ്സ് അലിയാണ് ട്ടോ. അവർ ഭരത്തിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ഭരത്തിനെ തലങ്ങും വിലങ്ങും കൈവെച്ച് അടിക്കുകയാണ്. അവസാനം കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ് ട്ടോ. എന്തിനാ കുഞ്ഞ നീ ഞങ്ങളെ വിട്ട് പോയത്? എത്രമാത്രം ഞങ്ങളെ നീ വിഷമിപ്പിച്ചു. അമ്മ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് നിനക്കറിയോ? എല്ലാം എന്റെ തെറ്റാണ് അമ്മയെന്ന് പറഞ്ഞ് ഭരത്ത് കരയാൻ ട്ടോ. നോക്കി നിൽക്കുന്ന ഭാവനയും അരുന്ധതിയും എല്ലാം കണ്ണ് തുടയ്ക്കാൻ ട്ടോ. എല്ലാത്തിനും മാപ്പമ്മേ, മാപ്പ് എന്ന് പറയാൻ ട്ടോ ഭരത്ത്. സാരമില്ല മോനെ, മക്കൾ വന്നില്ലേ എന്ന് ഗായത്രി പറയാൻ ട്ടോ. അപ്പോഴാണ് ഭരത്ത് സേതുവിനെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ സേതുവിന്റെ അടുത്തേക്ക് പോവാൻ ട്ടോ. എന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് അവൻ പൊട്ടിക്കരയാണ്. ഏട്ടാ, എന്നോട് ക്ഷമിക്കേട്ടാ എന്ന് പറഞ്ഞ് കാലിൽ വീഴാൻ ട്ടോ. സേതു പിടിച്ച് എഴുന്നേൽപ്പിക്കാണ്. പോട്ടേടാ, നീ എൻ്റെ കുഞ്ഞനുജനല്ലേ, നീ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കേണ്ടത് ഈ ഏട്ടനല്ലേ എന്ന് പറഞ്ഞ് സേതു ഭരത്തിനെ കെട്ടിപ്പിടിക്കാൻ ട്ടോ. നീ എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി, ഒക്കെ നിന്റെ സമയദോഷം കൊണ്ടാവും, പോട്ടേടാ എന്ന് പറയാൻ ട്ടോ സേതു. ഇതെല്ലാം കണ്ട് സൂര്യ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഭരത്തിനോട് പറയുന്നുണ്ട്, ഭരത്തെ, എന്നും ഈ വീട്ടിലുള്ളവർ നിന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അത് നീ എന്നും ഓർക്കണം. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇതൊക്കെയാണ് ഏതൊരു വ്യക്തിയുടെയും ഭാഗ്യം. ഇവിടെ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും ആ കുറവൊന്നും അറിയിക്കാതെ നിന്നെ ഇവർ വളർത്തിയത്, അത് ഇനി നീ മറക്കരുത്. അപ്പോൾ ഭാവനയും പറയുന്നുണ്ട്, പെറ്റമ്മയോടത്ര വലുതായിട്ട് ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല, അമ്മയോട് ക്ഷമിക്കാൻ വേറെ ആർക്കും കഴിയുകയുമില്ല. നിനക്ക് വേണ്ടി നമ്മുടെ അമ്മ ഒഴുക്കിയ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് നിന്റെ ഈ തിരിച്ചുവരവ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭരത്ത് നിന്ന് കരയാൻ ട്ടോ. പിന്നീട് അവൻ മായയെ നോക്കിയാണ്. സോറി മായച്ചി, എന്നോട് ക്ഷമിക്കണം. മായച്ചിയെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് വേദനിപ്പിച്ചില്ലേ? ഇത് കേൾക്കുമ്പോൾ മായ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ലടാ, നന്ദനമോൾ എന്നെ പറഞ്ഞ് എന്നോട് എന്തൊക്കെയോ പറഞ്ഞതുപോലെ ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇതാണ് ഭരത്തെ കുടുംബം എന്ന് പറയുന്നത്. പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും രക്തബന്ധങ്ങൾക്ക് കഴിയൂ. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായ സൂര്യേട്ട, ഇനി എൻ്റെ അമ്മയും സഹോദരങ്ങളെയും ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഇങ്ങനെയൊക്കെ ഭരത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഗായത്രി പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ എനിക്കൊന്നും തരണ്ട, ദേ ഇതുപോലെ നിങ്ങൾ സ്നേഹത്തോടെ അമ്മ എന്ന് എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, ഏട്ടാ, അരുന്ധതിയെ പോലുള്ള ഒരു പെണ്ണെ ഏട്ടന്റെ മാത്രമല്ല ഈ വീടിന്റെ കൂടി ഒരു ഭാഗ്യമാണ്, അതുകൊണ്ട് എന്നും ഈ വീട്ടിൽ നിങ്ങൾ സന്തോഷത്തോടെ കഴിയണം. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഭാവനേശി വിളിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഇനി ഒരിക്കൽ കൂടി എനിക്ക് ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ ഒരിക്കൽ ഞാൻ ഈ വീടിന്റെ പടി കയറില്ല. ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നത്, ഇനി ഭരത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും സംഭവിക്കില്ല അരുന്ധതി, അല്ലേ ഭരത്തെ എന്ന് പറയാട്ടോ. ഭരത് അതെ എന്നും പറയാട്ടോ. പിന്നീട് ഭാവന പറയുന്നുണ്ട്, ഭരത്തെ, ഇനി നീ ചെന്ന് അച്ഛൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കേ. അങ്ങനെ ഭരത്തും സേതുവും കൂടിയും ഫോട്ടോയുടെ അടുത്ത് വന്ന് അതിൻ്റെ അടുത്തുള്ള ദീപത്തിൽ തിരി തെളിയിക്കാൻ ട്ടോ. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാൻ ട്ടോ. അവസാനം ഭാവന പറയുന്നുണ്ട്, അമ്മ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ അവൾ എല്ലാവരുടെ യാത്ര പറഞ്ഞ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഭരത്തിന്റെ കാര്യത്തിനൊക്കെ ഒരു പരിഹാരമായപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസമുണ്ട്. ഗായത്രി പറയാണ്, അതേ മോളെ, വലിയൊരു ഭാരം ഇറക്കി വെച്ചൊരു ഫീലിംഗ് തോന്നുകയാണ്. അപ്പോൾ സൂര്യയും പറയുന്നുണ്ട്, നമ്മളൊക്കെ ഓരോ ദിവസവും പ്രതീക്ഷിക്കാത്തതാണ് ആൻറ്റി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഭരത് ഇങ്ങനെയൊക്കെ ആകുമെന്നും ഞാൻ ഇതിലൊക്കെ ഇടപെടേണ്ടി വരുമെന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അത്രയ്ക്ക് പ്രതീക്ഷയായിരുന്നു ഭരത്തിന്റെ കാര്യത്തിൽ ഭാവനയ്ക്ക്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഭാവനയ്ക്ക് മാത്രമല്ല മോനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അവന്റെ കാര്യത്തിൽ പ്രതീക്ഷയായിരുന്നു. ഭാവന പറഞ്ഞു, ആ പ്രതീക്ഷയൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല അമ്മേ, നമ്മളുടെയൊക്കെ സ്വപ്നം പോലെ തന്നെ ഭരത് നല്ലൊരു നിലയിലെത്തും. ഗായത്രി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഭരത്തിന്റെ അല്ല ഭാവനയുടെ കാര്യം ഓർത്തിട്ടാണ് പേടി, അവൾ വീണ്ടും പഴയ രീതിയിലായി പോയല്ലോ ഭാവനയെന്ന് പറയാൻ ട്ടോ. ഭാവന പറയുന്നത്, അമ്മ ഒട്ടും വിഷമിക്കേണ്ട, അവളും പോയതുപോലെ തന്നെ തിരിച്ചു വരും. അഭി ഒന്ന് വന്നോട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അപ്പോൾ ഗായത്രി പറയുന്നത്, ഞാൻ തിരക്കിനിടയിൽ നിന്റെ കാര്യം ചോദിക്കാൻ മറന്നു. നിനക്ക് എങ്ങനെയുണ്ട് മോളെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അമ്മ, ആന്റി എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് എന്റെ കൂടപ്പിറപ്പുകളുടെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനുള്ളൂ. എന്തായാലും ഞങ്ങൾ ചെല്ലട്ടെ, ആന്റി വിഷമിച്ചിരിക്കുന്നുണ്ടാവും എന്ന് പറയാൻ ട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് ട്ടോ. അവിടെ ജയ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. ദേവൻ പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ ജയ, സൂര്യയും കൂടെ ഇല്ലേ, പിന്നെ എന്താണ്? അങ്ങനെയല്ല ദേവേട്ടാ, ഭാവന ഇപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്, നന്നായി സൂക്ഷിക്കണം, മനസ്സിനും ശരീരത്തിനും റെസ്റ്റ് വേണ്ട സമയം. ഇതിപ്പോൾ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാട്ടെ ജയ. ദേവൻ പറയുന്നുണ്ട്, അവരിപ്പോൾ വരും,
ഞാനിപ്പോൾ വിളിച്ചതേ ഉള്ളൂ അവർക്ക്. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് BP കൂടരുത്. അവൾ വല്ലതും കഴിച്ചിട്ടുണ്ടാകുമോ എൻ്റെ സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനല്ലേ അത് ബാധിക്കുക ദേവേട്ട എന്നൊക്കെ പറയണ്ട ജയ. അപ്പോഴാണ് സൂര്യയും ഭാവനയും അവിടേക്ക് വരുന്നത്. വണ്ടിയുടെ ഹോണടി കേട്ടിട്ട് ജയ ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് ഭാവനയെ പിടിച്ചിട്ട് മോളെ നിനക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നാലെ തന്നെ ദേവനും മാനസയും എത്തുന്നുണ്ട്. ഞാൻ ഓക്കെയാണ് ആന്റി എന്ന് ഭാവന പറയാൻ കേട്ടോ. അവളുടെ കണ്ണുകൾക്ക് നോക്കിയിട്ട് പറയുന്നത് ഇല്ല നിനക്ക് നല്ല ക്ഷീണമുണ്ട്. അത് നിന്റെ മുഖം തന്നെ കണ്ടാൽ അറിയാം. മോള് വാ നിനക്ക് ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഭാവനയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാൻ കേട്ടോ. ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് സൂര്യയും ദേവനും മാനസയും കൂടി. എന്നിട്ട് അവർ ചിരിക്കുകയാണ് കേട്ടോ. അകത്തേക്ക് കൊണ്ടുപോയ ഭാവനയെ ചെയറിൽ കൊണ്ടുപോയിട്ട് പതുക്കെ ഇരിക്കും മോളെ എന്ന് പറഞ്ഞ് ഇരുത്തുകയാണ്. എന്നിട്ട് ജ്യൂസ് എടുത്ത് കയ്യിൽ കൊടുക്കട്ടെ. എന്നിട്ട് കുടിക്കും മോളെ, ഉള്ളൊന്ന് തണുക്കട്ടെ, മുഴുവൻ കുടിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഭാവനയെ ആ ജ്യൂസ് മൊത്തം കുടിപ്പിക്കാൻ കേട്ടോ ജയ. ഇവിടുന്ന് പോയതിനു ശേഷം നീ ഒന്നും കുടിച്ച് കാണില്ല അല്ലേ, ഒന്നും കഴിച്ചിട്ടുമില്ലല്ലോ, ഇത് മുഴുവൻ കുടിക്കുക എന്ന് പറഞ്ഞ് കുടിപ്പിക്കാൻ ഭാവന പറയുന്നുണ്ട്. ആന്റി സൂര്യക്കും കൂടെ. ജയ പറയാണ് അവനെയൊക്കെ എടുത്ത് കഴിച്ചോളൂ, നീ ആദ്യം കഴിക്കുക എന്ന് പറഞ്ഞ് കുടിപ്പിക്കാൻ കേട്ടോ. ഇതെല്ലാം പിന്നിൽ നിന്ന് സൂര്യയും ദേവനും കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ മാനസ പോയിട്ട് പറയുന്നുണ്ട് അങ്കിൾ ഞാൻ പറഞ്ഞില്ലേ ആന്റിക്ക് ഇപ്പോൾ ഭാവനയോട് ഓവർ കെയറിങ് ആണ്, അത് അപകടം ചെയ്യും. സൂര്യ ആന്റിയെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദേവന് പറയുന്നുണ്ട് മോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലേ, നമുക്കത് ആലോചിക്കാം. എന്നിട്ട് സൂര്യയെയും വിളിച്ച് ദേവന് പുറത്തേക്ക് പോവാൻ കേട്ടോ. സൂര്യയോട് പറയുന്നുണ്ട് മോനെ ഞാൻ ഈ പറയുന്നത് നീ ഗൗരവമായിട്ട് എടുക്കണം. ഭാവനയോടുള്ള ജയയുടെ സമീപനം കാണുമ്പോൾ എന്തോ എനിക്ക് പേടി തോന്നുകയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പോൾ ഭാവനയോട് പഴയ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. ദേവന് പറയാൻ ഞാൻ അതല്ല മോനെ ഉദ്ദേശിച്ചത്. നിന്റെ അമ്മയ്ക്കിപ്പോൾ ഭാവന ഒന്ന് മാറി നിൽക്കുന്നതോ ഒറ്റപ്പെട്ട് നിൽക്കുന്നതോ ഇഷ്ടമല്ല. ഏത് സമയം ഭാവനയെക്കുറിച്ചും അവളുടെ വയറ്റിൽ വളർന്ന നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ചുമുള്ള ചിന്തയാണ്. ചില സമയത്ത് ജയയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികതയുള്ളതായി തോന്നുകയാണ്. ഇനിയിപ്പോൾ ഇത് ജയയുടെ രോഗത്തിന്റെ വല്ല ലക്ഷണമായിട്ട് കാണിക്കുകയാണോ എന്നാണ് എന്റെ സംശയം. സൂര്യ പറയുന്നത് അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ലേ, ഇതിപ്പോൾ അമ്മ മുത്തശ്ശിയാവാനുള്ളതിന്റെ സന്തോഷത്തിലാണ്. ദേവൻ പറയും ഇത് അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ഭാവനയുടെ വീട്ടിൽ നിന്നും വരുന്നവരെ അവൾ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂടുന്നത് നിനക്കറിയോ. എന്തായാലും ഒരു കാര്യം ചെയ്യ്, സ്വാമിജിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയേ, എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സൂര്യ ഫോൺ വിളിക്കാൻ കേട്ടോ സ്വാമിജിക്ക്. സൂര്യ എന്നിട്ട് പറയുന്നുണ്ട് സ്വാമിജി ചോദിക്കുകയാണ് എന്താണ് ജയനിർമ്മയ്ക്ക് വല്ല കാര്യം പറയാനാണെന്ന് ചോദിക്കുകയാണ്. അതല്ല സ്വാമിജി, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഭാവനയോടാണ് എപ്പോഴും ഓവർ കെയറിങ്, അതെന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അത് നല്ലതല്ലേ എന്ന് പറയാൻ കേട്ടോ സ്വാമിജി. അതൊക്കെ നല്ലത് തന്നെയാണ്, ഭാവന ഇപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ ഡോക്ടർ നന്നായി റെസ്റ്റ് പറഞ്ഞതായിരുന്നു, അതുകൊണ്ട് അമ്മക്ക് തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്നുള്ള ചിന്തയിലാണ്. ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് പേടി തോന്നുകയാണ് എന്ന് പറയാൻ കേട്ടോ സൂര്യ. അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് ഇതിപ്പോൾ അതൊന്നുമല്ല കാര്യം, ജയനിർമ്മലക്ക് സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിനെ കാണാനുള്ളൊരു കാത്തിരിപ്പാണ്. വല്ലതും സംഭവിക്കുമോ കുഞ്ഞിനെ എന്നുള്ളൊരു ആദ്യവും മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയാൻ കേട്ടോ. സൂര്യ പറയണേ എങ്കിൽ സ്വാമിജി ഒന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ ആശ്വാസമായേനെ എന്ന് പറയാൻ. അപ്പോൾ സ്വാമിജി പറയണേ എങ്കിൽ നിങ്ങൾ ഒരു സ്കാനിങ് കൂടി എടുത്തേക്കും, എന്നാൽ ജയനിർമ്മലയുടെ ഇപ്പോഴത്തെ ആ കണ്ടീഷനും കൂടി ഒന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുമല്ലോ. എന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കും, ഞാൻ തീർച്ചയായിട്ടും വരാം എന്ന് സ്വാമിജി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ അരുന്ധതി ബെഡിൽ കിടന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിഷമിക്കാൻ കേട്ടോ. അപ്പോഴാണ് ഭരത് അവിടേക്ക് വരുന്നത്. ഭരത്തിനെ കണ്ടതും അരുന്ധതി ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ബെഡിന്റെ ഒരു സൈഡിൽ പോയി ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ഭരത് വന്നിട്ട് അടുത്തിരിക്കാണ്ട് അരുന്ധതി എന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും അരുന്ധതി അവിടെ നിന്നും എണീറ്റ് ബെഡിന്റെ മറ്റൊരു സൈഡിൽ പോയിരിക്കുകയാണ്. വീണ്ടും അവിടെ എത്തുകയാണ് കേട്ടോ ഭരത്. അതും കൂടി ആകുമ്പോൾ അരുന്ധതി അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിന്റെ വേറൊരു സൈഡിൽ പോയി നിൽക്കുകയാണ്. അവിടേക്ക് വരുന്ന മായ ഇതെല്ലാം കാണാൻ കേട്ടോ. ഭരത് പിന്നാലെ വന്ന് അരുന്ധതി ഇനി എന്തെങ്കിലും ഒന്ന് പറ, ഇല്ലെങ്കിൽ എനിക്ക് വട്ടുപിടിക്കും എന്ന് പറയാൻ കേട്ടോ. തൽക്കാലത്തേക്ക് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ ഈ റൂമിൽ നിന്ന് ഒന്ന് പോയേ എന്ന് പറയാൻ കേട്ടോ അരുന്ധതി. എന്നിട്ട് മറ്റൊരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഭരത് അവിടെ ചെല്ലുകയാണ് കേട്ടോ. അരുന്ധതി പ്ലീസ് നീ എന്നെ ഒന്ന് മനസ്സിലാക്കി, ഞാൻ എന്നോട് മാപ്പ് പറഞ്ഞില്ലേ, അപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ഭരത് വീണ്ടും പറയാൻ കേട്ടോ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ അരുന്ധതി അങ്ങനെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൾ വീണ്ടും മാറി നിൽക്കാൻ കേട്ടോ. എല്ലാം ശ്രദ്ധിച്ചു നിൽക്കുന്ന മായ ആ റൂമിലേക്ക് വരികയാണ്. മായയെ കണ്ടതും ഭരത് ആകെ വിഷമിച്ച് കട്ടിൽ കയറിയിരിക്കാൻ കേട്ടോ. അരുന്ധതിയാട്ടെ അവനിൽ നിന്നും മാറിയിട്ട് ഇപ്പുറത്ത് ചുമരും ചാരി നിൽക്കുകയാണ്. മായ വന്നിട്ട് പറയുന്നുണ്ട് അരുന്ധതി ഭരത് നിന്നോട് ചെയ്തതിനേക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് എനിക്കറിയാം. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അതൊരു വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും. പക്ഷെ അതിനെല്ലാം അവനിപ്പോൾ നന്നായിട്ട് പശ്ചാത്തപിക്കുന്നുണ്ട്. നിന്നോട് മാപ്പ് പറയുകയും ചെയ്തില്ലേ, എത്രയായാലും അവൻ നിന്റെ ഭർത്താവല്ലേ അരുന്ധതി എന്നൊക്കെ മായ പറയാൻ കേട്ടോ. അവനെ ഒരിക്കൽ നിന്നോട് സ്നേഹക്കുറവോ ഒന്നുമില്ല, നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെയാണ് അവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. ഇത്തവണത്തേക്ക് അരുന്ധതി ഒന്ന് അവനോട് ക്ഷമിക്കും, എന്നിട്ട് നിങ്ങൾ പഴയതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുക, അത് കാണാൻ ഞങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് മായച്ചി എനിക്കെല്ലാം അറിയാം, പക്ഷെ ഭരത്തേട്ടന് അത്ര പെട്ടെന്നൊന്നും ഞാൻ ക്ഷമിച്ചു കൊടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ്. എങ്കിലേ ഭരത്തേട്ടൻ ഇനിയുള്ള കാര്യം പറയുമ്പോൾ അതിനൊരു നിലയും വഴിയും കാണിക്കുള്ളൂ, മാത്രവുമല്ല അത് ഒരു വട്ടം ചിന്തിക്കുകയും ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഇത് തന്നെ ഭരത്തേട്ടന് വീണ്ടും ദേഷ്യം വരുമ്പോൾ പ്രകടിപ്പിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. മായ പറയുന്നത് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയല്ല അരുന്ധതി,
എനിക്ക് മനസ്സിലാകും. പക്ഷെ ഇനി ഇത്തവണത്തേക്കെങ്കിലും അവനെ ക്ഷമിക്ക്. അവനാകെ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മായ അവിടെ നിന്ന് പോവാൻ കേട്ടോ. അരുന്ധതി ഭരത്തിനെ തിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്. അവന്റെ ആ കിടപ്പും മുഖഭാവമൊക്കെ കണ്ടിട്ട് അവൾക്കാകെ കുറ്റബോധവും സങ്കടമൊക്കെ തോന്നാൻ കേട്ടോ. അങ്ങനെ അവൾ പതിയെ ഭരത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭരത്തേട്ട, എന്നോട് ക്ഷമിക്കണം. ഭരത്തേട്ടൻ ചെയ്തത് ഞാൻ ന്യായീകരിക്കുകയൊന്നുമില്ല. ഇനി ഭരത്തേട്ടൻ എന്നോട് ഇങ്ങനെ ആവർത്തിച്ച ഞാൻ എന്തായാലും വീട്ടിൽ നിന്നും ഇറങ്ങും. ഇനി ഭരത്തേട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയാം കേട്ടോ. എന്ന് വിചാരിച്ച് എനിക്ക് ഭരത്തേട്ടനോട് ഒട്ടും സ്നേഹക്കുറവൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. ഭരത് പറയുന്നുണ്ട്, താങ്ക് യു അരുന്ധതി. ഞാൻ നിന്നോട് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും വളരെ മോശമായി തന്നെയാണ് പെരുമാറിയത്. അതിന് നീ ഈ തവണ എനിക്ക് മാപ്പ് തരണം എന്ന് പറയാം കേട്ടോ. ഭരത്തേട്ട, എനിക്കെല്ലാം മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അരുന്ധതി ചിരിക്കുകയാണ്. ഭരത്തിനും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ നല്ല രീതിയിലാവുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ്. അവിടെ സൂര്യ ഭാവനയോട് സംസാരിക്കുന്നുണ്ട്. അമ്മയുടെ ഓരോ പെരുമാറ്റങ്ങൾ. ഭാവന, നിനക്ക് തോന്നിയിട്ടുണ്ടോ അമ്മ നിന്നോട് ഓവർ കെയറിങ് ആണ് ചെയ്യുന്നത് എന്ന്? ഇതൊരു പക്ഷേ അമ്മയുടെ അസുഖത്തിന്റെ ലക്ഷണമായി കാണുമോ? ഭാവന പറയുന്നുണ്ട്, എനിക്കും അല്പം ഓവറായി തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അമ്മക്ക് നമ്മൾ കുഞ്ഞിനോട് സ്നേഹം കൊണ്ടാണ് സൂര്യ. അതങ്ങനെയല്ല ഭാവന. എനിക്കെന്തോ അമ്മയുടെ ഈ പെരുമാറ്റത്തിൽ പേടി തോന്നുകയാണ്. അച്ഛൻ ഓൾറെഡി എന്നെ ഈ കാര്യം പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്വാമിജിയെ വിളിച്ചിട്ടുണ്ട്. സ്വാമിജി ഒരു സ്കാനിങ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഉടൻ തന്നെ അമ്മയെ കൊണ്ടുപോയി ആ സ്കാനിങ് എടുത്ത് അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് അറിയണം. എന്നിട്ട് സ്വാമിജിയെ അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അമ്മക്ക് അടുത്തത് എന്താവുമോ എന്ന പേടിയാണ് എനിക്ക്. എല്ലാ പ്രശ്നങ്ങളും ഈ വീട്ടിൽ അവസാനിച്ച് എല്ലാം ഒരു സന്തോഷ രീതിയിൽ പോവുകയായിരുന്നു. ഇനി എന്തൊക്കെ പരീക്ഷണങ്ങളാണാവോ ദൈവം ബാക്കി വെച്ചത് എന്നൊക്കെ ഒരു വിഷമത്തോടെ ഓർക്കുകയാണ് കേട്ടോ സൂര്യ. ഭാവന പറയുന്നുണ്ട്, സൂര്യ നീ വിഷമിക്കാതിരിക്കുക. നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അമ്മയ്ക്കുണ്ടാവില്ല. നമുക്കെന്തായാലും നാളെ ആൻറ്റിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയാം കേട്ടോ.